ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. ഗൈസ് ഒരു കിട്ടിലും പോലത്തെ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്കഡ് മാച്ച് കാണാൻ വേണ്ടി പോകുന്നു. ഗൈസ് അതാണ് ഗൈസ് നമ്മുടെ കലഹാരാഫിൽ ഇറങ്ങി തകർത്ത് തൂത്തുവരാൻ ഒരു കിട്ടുക്കും പോലത്തെ ഒരു മാച്ച് കേട്ടോ. എന്നാലും ഗൈസ് നമ്മൾ നേരെ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. ആ ഒരു മാമത്തിലേക്കാണ് അങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. വായി നോക്കിയിരുന്ന അവസാനം ഗൈസ് വേറെ ഏതോ ഒരു കാട്ടിലേക്കാണ് ഞാൻ പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും കുറച്ച് നേരത്തെ ചാടി പോയി നമ്മൾ മാമത്തിലേക്ക് എത്തത്തില്ല. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ താഴെ ഇറങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ വലിയ എനിമി ഉണ്ടെങ്കിൽ അവരെ തല്ലിക്കൊന്നതിന് ശേഷം അമ്മ ഇത് ഗണ്ണും എടുത്തിട്ട് നമ്മൾ നേരെ മാമത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. ഇതെന്തൊരു അവസാനം നമ്മൾ സബിലേക്ക് ഇറങ്ങുന്നത്. എൻ്റെ പൊന്നു ഗൈസ്, സബിലേക്ക് പോയി കഴിഞ്ഞാൽ വാരിപ്പിറക്കി നമ്മളെ അടിക്കും കേട്ടോ. എന്നാൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു മോറോസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഗൈസ് ഇൻവിസിബിൾ ആയി പോകുന്നത് ആ ഒരു ക്യാരക്ടറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ഞാൻ മാറ്റാൻ ഒന്നുമില്ല. അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തും അതായത് സ്കിഡിലും പോലെ കളിക്കാൻ പഠിച്ചൊക്കെ ഉണ്ടല്ലോ ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്തിട്ടാണ്. അതിന്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കേസ് ആരും കാണാതെ ഓടിപ്പോയി രക്ഷപ്പെടാം എന്ന് മാത്രമല്ല കേട്ടോ. അത് ചില കിടിലം പോലത്തെ ക്ലോസ് കോമ്പാക്ട് ഫൈറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ മാത്രമേ മൂവ്മെന്റ് സ്പീഡും അതേപോലെ തന്നെ നമ്മുടെ എനിമിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ പരിപാടികളൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് കേസ്. കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ഏത് ക്യാരക്ടർ പഠിച്ചു കഴിഞ്ഞാലും അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. എന്നാലും ഓടി വന്ന കട കേസ് നമ്മളുണ്ടല്ലോ ആ ഒരു മഞ്ഞപ്പെട്ടി ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്കും ഒരു തേങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു എന്താണ് ആ ഒരു നല്ല കിടിലം പോലത്തെ ഒരു മെഡിക്കറ്റ് ഇട്ടുണ്ടായിരുന്നു, സൂപ്പർ മെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുന്ന സമയത്ത് കേസ് എനിമീസ് മുമ്പിൽ നിൽപ്പുണ്ട്. നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു കേട്ടോ. വന്നിറങ്ങിയ അവിടെ കേസ് ഒരു പെണ്ണും പിള്ള ചാടി ഇറങ്ങി അന്ന് ആ കൊമ്പും തലേനെ കൊല്ലണമെന്ന് വിചാരിച്ച് നേരെ കയറി നമ്മുടെ വായിലേക്ക് കയറി വന്ന് അവളെ അടിച്ച് ഉറക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. അതിന്റെ മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ സോളോ വേഴ്സസ് സ്ക്വാഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ ടീമേറ്റ് ഒരു നല്ല ഉറപ്പാണ്. സോ നൈസർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ തേടി പിടിച്ചിട്ട് പട്ട ചെയ്യുന്നുണ്ടല്ലോ 4 പേരെയും അങ്ങ് സ്കോഡ് വൈപ്പ് എടുക്കാം എന്നൊരു മൈൻഡ് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ആ ടവറിലേക്ക് കയറി പോയവനെ കയറി ചെന്നിട്ട് മാഞ്ഞിട്ട് നേരെ കയറി പോയിട്ട് മാഗ് വെച്ചിട്ട് കേസ് കിടിലം പോലെ അടിച്ച് അവനെയും കൂടെ നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു 2 നോക്ക്. എന്നാൽ കേസ് ഇവരുടെ ടീമേറ്റ് കേസ് മുമ്പോട്ട് നോക്കുന്ന സമയത്ത് മുമ്പ് കണ്ടെയ്നർ ഇല്ലേ ആ ഒരു റിവേൽ പോയിന്റ് ഒക്കെ എടുത്ത് അവിടെ എടുത്ത് തൊട്ട് മുമ്പിൽ കൂടെ ഓടുന്നു. എന്തോ മോനെ ഇവന്മാർക്ക് ഇവിടെ എത്തിയതുള്ളൂ കേസ് ഒക്കെ ഒന്ന് ലൂട്ടൊക്കെ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്കുള്ള ലൂട്ട് വെച്ചിട്ട് അവന്മാരടിച്ച് കൊല്ലാം എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ബുഷായിട്ട് നമ്മുടെ മുമ്പിൽ ഞാൻ കാണുന്നില്ലെന്ന് അവന്റെ വിചാരം കൊച്ചു കളാം കേട്ടോ. എന്തായാലും അവനും അത്യാവശ്യം ഡാമേജുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കേസ് നോക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യം വന്ന പെണ്ണുമ്പിള്ളിയില്ലേ അവളെ പൊക്കി വിട്ടിരുന്നു തോന്നുന്നു കേസ്. അവൾ പിന്നെയും കയറി വരുന്നതൊക്കെ. എന്തായാലും ഒരു സ്കോഡ് മൊത്തം ഈ ഒരു മാമത്തിലുണ്ട്. എല്ലാവരും കൂടെ കയറി വന്നടിക്കുള്ള പ്ലാനിൽ തന്നെ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മളിവിടെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതേപോലെ കേസ് മാക്സിമം ഹൈപ്പ് ചെയ്ത് നമ്മുടെ വീഡിയോ 4 പേരിലേക്ക് എത്തിക്കാൻ കൂടെ ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഞാൻ നൈസായിട്ട് കേസ് നിൽക്കുന്ന സമയത്ത് ടവർ മണ്ടയിലേക്ക് ഒരു കാട്ടുപാട കേസ് നൈസായിട്ടുണ്ടല്ലോ ഓടി വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവനെ കിട്ടുക്കാൻ പോലത്തെ ഒരു ഹെഡ് കേസ് വേറെ ലെവൽ. അവർ പെണ്ണും കൂടെ കൂടെ കയറി വരുന്നതിന് മുമ്പ് വന്നിട്ടില്ല മാഗ് വെച്ച് ഡാമേജ് കൊടുത്ത് കിടിലം പോലെ അവളെയും കൂടെ അടിച്ച് പിന്നെയും കേസ് ഒരു വട്ടവും കൂടെ ഞാൻ നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 2 പേരുടെ കിടക്കുമല്ലേ. ബാക്കിയുള്ളവന്മാരൊക്കെ നൈസായിട്ട് കേസ് കയറി വരുന്ന സമയത്തുണ്ടല്ലോ കയറി അടിക്കണം വെച്ച് യൂജിയും വെച്ച് നോക്കുമ്പോഴത്തേക്കും ലോങ്ങിൽ ഒരു വെള്ള ഡ്രസ്സിട്ട് ഒരുത്തരം ഓടി വരുന്നുണ്ട്. അതേപോലെ കേസ് ഈ ഗ്ലൂ വാളിന്റെ ഫ്രണ്ടിലൂടെ ബാക്ക് നിന്നിട്ട് നൈസായിട്ട് കേസ് ഒരുത്തം പയ്യെ പുഷ് ചെയ്ത് കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ 2 ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരു ലോങ്ങിൽ തന്നെ 7 ഡാമേജ് കൊടുത്തു. പിന്നെ കേസ് മാഗ് വെച്ചിട്ട് ചാടിട്ട് വെള്ളത്തല്ലേ നൈസായിട്ട് കേസ് കിടിലം പോലത്തെ ഡാമേജ് കൊടുത്ത് ഗ്ലൂ ആളിട്ട് നൈസായിട്ട് കേസ് നോക്കുമ്പോഴത്തേക്കും അവനും ഗ്ലൂ ആളിട്ടു. എന്തായാലും അവൻ അവിടെ വിചാരിച്ച് ഞാൻ ഓൾറെഡി ഡാമേജ് കൊടുത്തവനില്ലേ അവൻ്റെ കേസ് മാഞ്ഞു പോയിട്ട് അവനെയും കൂടെ അടിച്ച് നോക്ക് എൻ്റെ മോനെ വേറെ ലെവൽ കേട്ടോ. എന്നാലും കേസ് അവിടെ നോക്കായി കിടക്കുന്നവനൊക്കെ നൈസെടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒറ്റ മാത്രമേ കിടപ്പുണ്ടായിരുന്നുള്ളൂ. എന്നാലും വേറെ ആ ഒരു വെള്ളത്തന്നെ ഉണ്ടായിരുന്നില്ലേ അവനെ കേസ് മാക്സിമം ട്രൈ ചെയ്യുന്നു. അവൻ്റെ ടീമേറ്റ് ചാവാതിരിക്കാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് കണ്ടു വെച്ചിട്ടുണ്ടല്ലോ. വെടിവെച്ച് അവൻ ലൈഫ് കൂട്ടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കേസ് നോക്കിയിട്ട് കാര്യമില്ല മോനെ, അവനെ നീ രക്ഷപ്പെടുത്തത്തില്ല. എൻ്റെ മുമ്പിൽ നിന്ന് നീ അവനെ രക്ഷപ്പെടുത്തുന്ന എനിക്കൊന്ന് കാണണമല്ലോ. നൈസർ കേസ് എനിക്ക് നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രം കേസ് എൻ്റെ ആ ഒരു പവറും കൂടെ നമ്മുടെ ആക്റ്റീവ് സ്കൂളിൽ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഒരു കുറച്ച് സെക്കൻഡ് കൂടെ വെയിറ്റ് ചെയ്യണം വന്നിട്ടുണ്ടായിരുന്നു. അതിനോട് വെയിറ്റ് ചെയ്ത് മാക്ക് ഒന്ന് റീലോഡ് ചെയ്തിട്ട് ഞാൻ പവർ ഇട്ട് നേരെ മാഞ്ഞിട്ട് നേരെ അവൻ്റെ മുമ്പിലേക്ക് പോയി നല്ല രീതിക്ക് തന്നെ ഡാമേജ് കൊടുത്തു. അവൻ ഗ്ലൂ ആളിട്ടു. ഞാൻ നൈസായിട്ട് കേസ് അവൻ ഗ്ലൂ ആളിട്ട് പിന്നെ കേസ് ഒന്ന് കവർ എടുക്കാൻ നിന്ന സമയത്ത് ബാക്കിലൂടെ പോയി അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. മൊത്തം കേസ് 5 കില്ല് നമ്മളൊരു സ്കോഡിനെ വെച്ച് തന്നെ മാറി അടിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വേറെ ലെവലായിട്ടുള്ളൊരു സ്കൂൾ വൈപ്പ് ആയിരുന്നു. എന്തായാലും കേസ് ആ ഒരു സ്കൂൾ വൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാണ്ട് കേസ് എല്ലാ വീഡിയോയ്ക്ക് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ടത്തെ പോലെ എന്താണ് ബ്രോ റിഡീം കോഡ് നമ്മുടെ ചാനലിനകത്ത് തരാത്ത റിഡീം കോഡൊക്കെ വീഡിയോയ്ക്ക് തരുവാണെങ്കിൽ കുറച്ചുകൂടെ പവർ ആകത്തില്ല നമുക്കൂടെ എന്തെങ്കിലും താടേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരല്ലേ. സോ അവർക്കൊരു സന്തോഷ വാർത്ത കേസ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് റിഡീം കോഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ആർക്കാ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യുക. നൈസായിട്ട് കേസ് റിഡീം ചെയ്തിട്ട് ഗെയിമിനകത്ത് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം. മാത്രമല്ല കേസ് എന്താണ് കൂട്ടി വെച്ച നൈസായിട്ട് കേസ് എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓൾ യുവേഴ്സ്. നിങ്ങൾക്ക് ഒരാളൊക്കെ കിട്ടത്തുള്ളൂ. ആ കിട്ടിയ ആൾ ആരാണെന്ന് എന്തായാലും കമൻറ്റ് ബോക്സ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കേസ് നിങ്ങൾ ഹാപ്പി ആയില്ലേ. അതേപോലെ കേസ് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇത്രയും നാൾ മാച്ച് കളിക്കുന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയുന്നില്ല, നേരത്തെ സാധനമാണ്. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറയാം കേട്ടോ. അതിനോട് കേസ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറയാൻ പാടില്ല. കുറച്ചധികം സംഭവം പവർ തന്നെയാണ്. സ്കോഡ കളിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഉണ്ടല്ലോ നമുക്ക് കിടക്കുന്ന കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞങ്ങളെ കാണിച്ചു തരാം. അതിനോട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാപ്പിനകത്തുള്ള ഈ ഒരു സ്ഥലത്തുള്ള നൈസായിട്ടുള്ള എല്ലാ കോയിനും നമ്മൾ ഓടി നടന്ന് ഫസ്റ്റ് പിടിക്കണം കേട്ടോ. ഞാനിപ്പോൾ 2 കോയും പിടിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് ഒറ്റ കോയി മാത്രമേ മേലുള്ളൂ. അത് പിടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശോക
വേണ്ട കേട്ടോ. എന്തായാലും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയില്ലെന്ന് വിചാരിച്ച് ഞാൻ രണ്ട് കോയിൻ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യേണ്ടതല്ലോ. ഇങ്ങനത്തെ ഇവന്റ് കാണത്തില്ലേ ഗൈസ്, അത് എല്ലാ ഇവന്റും ഉണ്ടായിരിക്കത്തില്ല. ഈ 9th ആനിവേഴ്സറിയുടെ ചില ഇവന്റ്സ് ഉണ്ട്, അതായത് ഇങ്ങനെ ചാർജ് ചെയ്യുന്ന ഇവന്റില്ലേ ഗൈസ്. ഓക്കെ, നൈസായിട്ട് അതിനകത്തേക്ക് നൈസായിട്ട് കയറി വെക്കുക. ബാക്കിയുള്ള ഇവന്റ്സിനകത്തൊക്കെ വർക്ക് ആവുമെന്ന് എനിക്കറിയാം, നിങ്ങൾ ചെയ്ത് നോക്കുക. മിക്കവാറും ആവുമായിരിക്കും, ഞാനിത് മാത്രമേ ഇപ്പോൾ കണ്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. എന്തായാലും അത് ചാർജ് ആക്കുന്ന സമയത്ത് തന്നെ ഗൈസ് നിങ്ങളൊരു ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ വേറെ ഏതെങ്കിലും എനിമി നമ്മൾ ഈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഏതെങ്കിലുമൊക്കെ കാട്ടുപോലേക്ക് ഒളിച്ച് നിന്ന് നമ്മൾ അടിക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളുണ്ടല്ലോ കറക്റ്റ് ആ ഒരു കോയിൻ്റെ ആ ഒരു തൂണിലെ ഗൈസ് അങ്ങോട്ട് നോക്കിക്കേ, പെട്ടെന്ന് തന്നെ കോയിൻ പിന്നെയും വന്നത് കണ്ടോ ഗൈസ്. ഓക്കെ, എന്തായാലും അങ്ങനെ ഗൈസ് പിന്നെയും നമുക്ക് ആ കോയിനൊക്കെ ഉണ്ടല്ലോ എന്താണ് റീലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തായാലും ഗൈസ് ഞാനിപ്പോൾ കണ്ട സമയത്ത് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മാത്രമല്ല ഗൈസ് നമ്മൾ കണ്ടല്ലോ പിഗ്ഗി ബാങ്ക് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആക്കിയ സമയത്ത്. അത് നേരത്തെ കിട്ടിയിട്ട് അത്യാവശ്യം കോയിൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. നമുക്ക് ഈ ഒരു മാച്ചിനകത്ത് കോയിൻ ഒരു ദാരിദ്ര്യം വരാൻ വേണ്ടി പാടില്ല. കാര്യമുണ്ടല്ലോ എനിക്ക് മറ്റേ സാധനം മേടിക്കണം ഗൈസ്, നമ്മുടെ ആർസണലല്ലേ അത് തന്നെ. അത് കോയിൻ വെച്ച് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവയ്ക്കേണ്ട ടോക്കൺ കിട്ടും ഗൈസ്. 2 എണ്ണമൊക്കെ നമ്മുടെ കയ്യിലുള്ള 2 ഗണ്ണും അങ്ങ് പവറായിട്ട് അങ്ങ് അപ്പാക്കി കഴിഞ്ഞാൽ അടിക്കുന്ന അടി എന്നൊക്കെ പറഞ്ഞാൽ വിഷയമായിരിക്കും കേട്ടോ. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഗൈസ് 1900 അതായത് 1900 കോയിൻസ് നമ്മുടെ ഓൾറെഡി കയ്യിലുണ്ട്. ഒന്ന് EP ഒക്കെ സെറ്റാക്കാൻ വിചാരിച്ച് നൈസായിട്ട് ആ ഒരു സാധനം തല്ലി പഠിച്ച് കുറച്ച് EP ഒക്കെ സെറ്റാക്കി. പിന്നെ അവസാനം എരിവിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ലൈഫ് പോയിട്ട് പിന്നെ EP ഇല്ലെന്നൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയാണ്. എന്തായാലും മുമ്പോട്ട് നോക്കുന്ന സമയത്ത് ഗൈസ് നമ്മുടെ ആർസണലിൽ നൈസായിട്ട് ഗൈസ് മഞ്ഞക്കടൽ തിളങ്ങി നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നമ്മുടെ അത്യാവശ്യം കോയിനുണ്ട്. പിന്നെ മാത്രം ഗൈസ് പോകുന്ന വഴിക്കാണെങ്കിലോ നമുക്ക് ഒരു ആർസണൽ കീയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആർസണൽ കീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബങ്കർ തുറക്കണമെങ്കിൽ അല്ലാതെ ആർസണൽ തുറക്കണമെങ്കിൽ ഒരു 600 കോയിൻ ചെറിയൊരു കോയിൻ മാത്രം മതി. ബാക്കി ആർസണലിന് ആ ഒരു കീ ഇല്ല കേസ്, അതിനകത്ത് മൈനസായി പൊക്കോളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇപ്പോൾ 2 പേര് സ്പെക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ല, ആറ് സ്പെക്ക് ചെയ്യുന്നത്. എൻ്റെ ഈ ടെക്നിക്കൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നീ വെറുതെ സ്പെക്കൊക്കെ ചെയ്ത് കണ്ടുപിടിക്കാതെ കൊച്ചു കള്ളന്മാർ. എന്തായാലും കേസ് 700 കോയിൻ കൊടുത്തിട്ട് ഞാൻ ഐസായിട്ട് കേസ് നമ്മുടെ ആർസണലൊന്ന് അപ്ഗ്രേഡ് ആക്കി തുറന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് കേസ് ഞാൻ നോക്കുന്ന സമയത്ത് അവേക്കിങ് ടോക്കൺ ഇല്ല കേസ്, ആ ഒരു ഗണ്ണ അവേക്ക് തന്നെ 99 ആക്കുന്നത് അത് തന്നെ. അത് 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാഗ് മാറ്റിയിട്ട് ഞാൻ M10 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. M10 2 ചിപ്പാണ്, കുഴപ്പമില്ല, സെറ്റാണ്. അത് M10ഉം അതേപോലെ കേസ് SKSും ഞാൻ ഉണ്ടല്ലോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടി എന്നൊക്കെ പറഞ്ഞാൽ വാരി പിറക്കി അടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ ഒന്നും നോക്കുന്നത് കേസ് നേരെ കേസ് മുമ്പോട്ട് പോയിട്ട് സോണിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. ഒരിക്കലും ഞാൻ റഷ് ചെയ്തിട്ട് മുമ്പോട്ട് കയറുന്നില്ല. സോളോ സ്കൂൾ കളിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, 2 കില്ലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനാടാ ഈ മാപ്പ് എൻ്റെ ആടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ടുണ്ടല്ലോ സോണിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങ് കയറി ചെന്ന് ഉള്ള അടി മൊത്തം വാരിപ്പിറക്കി ഞാനങ്ങ് മേടിക്കും. എന്തായാലും അതുണ്ടാകാൻ വേണ്ടി പാടില്ലല്ലോ. ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി നൈസായിട്ട് കേസ് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ലൂട്ടുമായിരുന്നു. അവരുടെ ലൂട്ടും എല്ലാം കൂടി അടിച്ച് അണ്ണാക്കിലും കൊടുത്ത് അവനെയും കില്ലെടുത്ത് വേറെ ലെവലായിട്ട് 6 കില്ല് ഈ മാച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തം കേസ് 6 കില്ലും 27 ലെവലും 11.7 റേറ്റിംഗ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന്. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ കേസ്, നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. കമൻറ്റ് ബോക്സിനോട് പോയിട്ട് ഒന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും അതും കൂടെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ കേസ് മാത്രമല്ല, ഞാൻ ഗ്ലൂ ആയിട്ട് നോക്കുന്ന സമയത്ത് എൻ്റെ ഗ്ലൂ ആൾ വീഴുന്നില്ല. ഞാൻ ഉണ്ടല്ലോ നൈസായിട്ട് കേസ് ഉണ്ടല്ലോ സ്മാർട്ട് ത്രോ ഓൺ ആക്കിയിട്ടാണ് കളിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഗ്ലൂ ആൾ ഇടാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അങ്ങനെ വെച്ചാണ്. എല്ലാവരും അങ്ങനെ വെക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ കേസ് എനിക്കത് ബെറ്റർ ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വെച്ചു. അതൊന്ന് ഈ എന്താണ് എൻ്റെ സെറ്റിംഗ്സ് ഒന്ന് അപ്ലോഡ് ചെയ്ത സമയത്ത് അത് മാത്രം വന്നില്ല, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് ഫുൾ സെറ്റായി ഇനി വരുന്നവന്മാരൊക്കെ വാരിപ്പറക്കി അടിക്കുന്ന വന്നിട്ട് നമ്മുടെ പണ്ടത്തെ വലകണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേസ്. ഈ വലകണിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കേസ്, നമ്മളിനി മൊത്തം വേർപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇതേപോലത്തെ സോളോ വേഴ്സസ് സ്ക്വാഡിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് ചെയ്യുന്ന ഈ വലകണ്ണാണ് കേട്ടോ. എന്തായാലും ഈ വലകണ്ണ് എടുത്തിട്ട് നമ്മൾ കേസ് ഒരു ടവറിനെ മണ്ട കയറിയിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ റിഫൈനറിയും കിടപ്പുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും താഴെ നോക്കുമ്പോഴത്തേക്കും പാലത്തിൽ കൂടി ഒരു എനിമിയാണ് നൈസ് അടിക്കേസ് പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല കേസ് താഴെയാണെങ്കിൽ നമ്മുടെ തൊട്ട് താഴെയാണെങ്കിൽ ഒരു എനിമി വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഓടുന്നവനെ നൈസ് കേസ് ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് അവരെ പാലം കയറാൻ പോയ സമയത്ത് അവനെ അടിച്ച് നൈസ് കിട്ടിലും പോലത്തെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ 7ാമത്തെ കില്ല് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുത്തരുടെ താഴെ ഉണ്ടല്ലോ വണ്ടിയും വെച്ച് ഓടി നടക്കുന്നുണ്ടായിരുന്നു. അവൻ എന്താ കയറി വരാത്തേ, അവൻ കയറി വന്നു കഴിഞ്ഞാൽ ആ കില്ല് എടുത്ത് നമുക്ക് കേസ് 8ാമത്തെ കില്ല് സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും 2 പേര് ഇപ്പോഴും സ്പെക്കടേ ഇതൊന്നും കണ്ടുപിടിക്കലടാ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിലെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ചെയ്ത കണ്ടന്റാ. അപ്പോഴത്തേക്ക് അവനാണെങ്കിൽ എന്തായാലും താഴെ വണ്ടി എടുത്ത് വന്നാലുണ്ടല്ലോ സിപ്ലൈൻ അടിച്ച് അപ്പുറത്തെ പറമ്പിലേക്ക് റിപ്പറിലേക്ക് പോകാൻ നോക്കിയ സമയത്ത് അവനെ കേസ് നമ്മളുണ്ടല്ലോ വള്ളിപ്പണ്ട് വണ്ണി, അതായത് കേസ് വള്ളിക്കകത്തിട്ട് കളിച്ചവനെ എന്തായാലും അവിടെ കിടന്ന് അവിടെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനോടെ കംപ്ലീറ്റ് ആക്കി നമ്മൾ ഈ മാച്ച് കേസ് മൊത്തം 8 കില്ല് 19 ലെവൽ 13.2 റേറ്റിംഗ്. എൻ്റെ മോനെ 2000 കോയിനൊക്കെ കയ്യിൽ കേട്ടോ. അറ്റ്ലീസ്റ്റ് കേസ് സോണൊക്കെ വരാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, സോണിപ്പെട്ട് ചാവാൻ പാടില്ല ഇത്രയും കിട്ടുന്ന പോലെ കളിച്ചിട്ട്. അതുകൊണ്ട് നൈസ് അടി കേസ് ഞാൻ താഴെ ഇറങ്ങി ഓപ്പണിൽ ഓടുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ ഗ്ലൂ വാൾ കൈ പിടിക്കും. സോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കേസ് ഈ ഒരു ഇൻവിസിബിൾ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഗ്ലൂ വാൾ കൈ പിടിച്ചോണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം ഞാൻ ഉണ്ടല്ലോ ഈ ഒരു പവർ ഓൺ ആക്കിയിട്ടാണ് കളിക്കല്. പിന്നെ നമ്മുടെ 9th ആനിവേഴ്സറിയുടെ പവർ ഇവൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ഒരു പവർ അവേക്ക് ആയിട്ട് നൈസ് അടി കേസ് എക്സ്ട്രാ സംഭവം ഒന്നും
കിട്ടത്തില്ല, ഈ ഓസ്കാറും സ്കൈലറൊക്കെ പോലത്തെ എക്സ്ട്രാ പവറൊന്നും കിട്ടത്തില്ല സ്കില്ലിന്. അതിന് പകരമായിട്ടല്ലോ നമ്മുടെ ആ ഒരു റീലോഡ് ടൈം ഇല്ലേ കേസ്, അതായത് ആ കറങ്ങി വരുന്ന ടൈം അത് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഓപ്പണിലൊക്കെ എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും, പടപടയിൽ പിന്നെയും പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കം പോലത്തെ സംഭവം തന്നെയാണ് ആ മോൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ മാത്രം കേസ് ഞാൻ വെച്ചിരിക്കുന്നത് ചുറ്റികയാണ് ലോഡ് ഔട്ട് ആയിട്ട്. ചുറ്റിക നമ്മൾ നേരത്തെ വെച്ചുകൊണ്ടിരുന്ന പച്ചയാണ്, ബഫാണ് എന്നൊക്കെ പറഞ്ഞ നൈസർ കേസ് ഉണ്ടല്ലോ, അത് അത്രയും നമുക്ക് യൂസ് ആകത്തില്ല ഈ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്ന സമയത്ത്. അതുകൊണ്ട് നൈസർ ഉണ്ടല്ലോ ആ ചുറ്റിക വെച്ച് അടിച്ചിട്ട് നമ്മുടെ M10ഉം അതേപോലെ SKS നമ്മളൊന്ന് അപ്പാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് ഒരു കാര്യം പറയാം കേസ്, നിങ്ങൾക്ക് മാച്ചസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നൊക്കെ തോന്നുവാണെങ്കിൽ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ എന്താണെന്ന് കേസ് എനിക്ക് ചീത്ത സ്വഭാവം വന്നിട്ടുണ്ട്. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ ചുമ്മാ ആയിരുന്നു വായിച്ച് എല്ലാവർക്കും ഒന്ന് കമൻറ്റ് റിപ്ലൈ ഒക്കെ തരാൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. എന്തായാലും മാഞ്ഞിട്ട് കേസ് നൈസായിട്ട് ഞാൻ സോണിലേക്ക് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോണിൻ്റെ സൈഡിൽ കൂടെ കളിക്കുന്ന കാര്യം അങ്ങോട്ട് അങ്ങ് കയറി വെറുതെ ഫൈറ്റ് എടുക്കണ്ടല്ലോ വിചാരിച്ച് നിന്നാണ് കേട്ടോ. എന്തായാലും നൈസായിട്ട് കേസ് ഞാൻ ഒരു സ്ഥലത്ത് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുവാണയാണെങ്കിൽ നൈസായിട്ട് കേസ് നമ്മുടെ മുമ്പിൽ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടോ. ഈ വെള്ള ഡ്രസ്സിനെ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല കേസ്. ഓക്കെ, എന്തായാലും അവൻ നമ്മളെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം കേസ് ഇത്രയൊക്കെ മാഞ്ഞു വന്നാലും എന്നെ കാണത്തില്ല എന്നൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കേസ് ഉണ്ടാവല്ലോ അവൻ്റെ ആദ്യത്തെ അടി, ഓക്കെ, അവൻ്റെ ആദ്യത്തെ അടി എൻ്റെ നെഞ്ചും കൂടി തകർക്കുന്നതിന് മുമ്പ് ഞാനത് ആലോചിക്കണമായിരുന്നു. പക്ഷേ കേസ് എനിക്കറിയാം രണ്ടുപേരും ഇപ്പോഴും സ്പെക്കടി ഇവന്മാർക്ക് മതിയായില്ലടോ, എൻ്റെ കളി ഫ്രീ ആയിട്ട് ഇത് കാണുന്നുള്ളൂ. ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്യാതെ കേസ് ഇവന്മാരെ പോലെ ആവില്ല കേസ്. ഓക്കെ, ഇവന്മാരെ പോലെ ആവില്ല. ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ എൻ്റെ ഗെയിം പ്ലേ കാണുക പറഞ്ഞപ്പോഴത്തേക്ക് ഉരത്തിൽ ഇറങ്ങിപ്പോയി സന്തോഷമായി. അവർ ഉളുപ്പുണ്ട്. എന്നാലും കേസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും ആ കാട്ടുവാഴാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അടിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് നൈസായിട്ട് കേസ് ഇൻവിസിബിൾ ആയിട്ടുണ്ടല്ലോ നേരെ മുമ്പോട്ട് പോയിട്ട് പ്രോപ്പർ ഒരു കവർ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ കവർ എടുത്താൽ മാത്രം പോരാ, ഇവനെ നൈസായിട്ട് അടിക്കുകയും കൂടെ ചെയ്യേണ്ടേ, അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. നൈസായിട്ട് കേസ് ചുറ്റിക്കറങ്ങി വന്നപ്പോഴത്തേക്കും അവനും കേസ് എന്നെ പോലെ തന്നെ ഓക്കെ ആ കാട്ടുവാഴ പോയി എന്ന് വിചാരിച്ച് നൈസായിട്ട് കേസ് ഓടി കയറുമായിരുന്നു. ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്ത് SKS വെച്ചിട്ട് നേരെ കേസ് മുമ്പോട്ട് കയറി നൈസായിട്ട് ഒരു ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ട് അവൻ കയറി വരുന്ന സമയത്ത് തന്നെ M10 വെച്ചിട്ടുണ്ടല്ലോ നൈസായിട്ട് അവൻ്റെ പുറകിൽ കൂടെ പോയിട്ട് ഒറ്റ അടിയായിരുന്നു. ആ സെയിം ടൈം കേസ് ബാക്കിൽ നിന്ന് വേറെ അടി. എൻ്റെ മോനെ ഒരു ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ലോഞ്ചറൊക്കെ ഇട്ടിട്ട് നൈസർ കേസിൻ്റെ ഗ്ലൂ വാൾ പൊട്ടിച്ചു. അതിനുശേഷം അവിടെ നിന്ന് വെടി വെക്കുവാൻ ഗ്ലൂ വാൾ പൊട്ടിക്കാൻ വേണ്ടി കാട്ടുവാടയാന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും ഞാൻ 2 ഗ്ലൂ വാൾ തവണ ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. നൈസർ കേസ് അവനെ പോട്ട് പുല്ലെന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും മൊത്തം 3 പേര് ഗൈസ് ഈ മാച്ചിനകത്ത് 10 സ്പെക്കോ. ഓ മൈ ഗോഡ്, സീരിയസ്ലി ഗൈസ് 10 പേരോ ഗൈസ്, 10 പേരാണ് സ്പെക്കിൽ നിൽക്കുന്നത്. എൻ്റെ മോനെ എനിക്കാണ് കയ്യും വിറക്കുന്നത് കാലും വിറക്കണം, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. 14.1 റേറ്റിങ്ങും 9 കില്ലും 3 അലൈവും ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്. ഓക്കെ, എന്തായാലും ഞാൻ നൈസർ കേസ് ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കാൻ വിചാരിച്ചു. ഒന്ന് ഹൈറ്റിലേക്കൊക്കെ കയറിയിട്ട് അവൻ ഓടി വരുമെന്ന് തോന്നുന്നു. കാര്യം ഗൈസ് സോൺ എനിക്ക് ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ. ആ ഒരു കാട്ടുവാഴ നൈസർ കേസ് ബുഷനായിരുന്നു. അവനെ നൈസായിട്ട് അടിച്ച് നോക്ക് എടുത്തിട്ട് അവനാണ് 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം ടീമേറ്റ് എവിടെയാണെന്ന് എനിക്കറിയാം. അവൻ നോക്കായതുകൊണ്ട് മിക്കവാറും ടീമേറ്റ് ആണെന്ന് എനിക്കറിയാം കേട്ടോ. എന്തായാലും അവൻ്റെ ടീമേറ്റ് നൈസർ കേസ് ഇവനെ നൈസർ തേച്ചിട്ട് അവൻ പോട്ട് വിലും വെച്ച് നിൽക്കുമ്പോഴത്തേക്കും അവൻ എൻ്റെ മോനെ ഗ്ലൂ വാൾ പൊട്ടി. അടുത്ത ഗ്ലൂ വാൾ ഞാൻ കേസ് നൈസർ ഉണ്ടല്ലോ മേളി വീടാ താഴെ വീണിരുന്നെങ്കിൽ ഞാൻ അവിടെ പടവായനായിരുന്നു. പക്ഷേ കേസ് ഞാൻ മാക്സിമം അവസാനം വരെ പിടിച്ചൊന്ന് ഇത്രയും കളിച്ചെങ്കിൽ പോയി അടിച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൊരു മൈൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അവൻ ഓടി വരുന്ന സമയത്ത് തന്നെ കേസ് ഒരു ലോങ് റേഞ്ച് അടി കൊടുക്കണമെന്ന് തോന്നി. പക്ഷേ കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. M10 വെച്ച് ഒന്ന് ഹോൾഡാക്കി നൈസർ കേസ് ഇൻവിസിബിൾ ആയിട്ടുണ്ടല്ലോ ആ കാട്ടുകളുടെ പുറകെ പോകുന്നുണ്ട്. അത് ഈസിയായിട്ട് നമ്മളെ കണ്ടിട്ടില്ല കേസ്. നേരെ പുറകെ പോയിട്ട് ആ പവർ ഓഫാക്കി ഒറ്റയടി കിട്ടുക്കാൻ പോയിട്ട് പോയി. എൻ്റെ മോനെ വേറെ ലെവൽ കേട്ടോ. എൻ്റെ മുന്നേ കേസ് വിഷ്വൽ സോളോ വേഴ്സസ് സ്ക്വാഡ് ആയിരുന്നു. എന്താ കേസ് മാച്ച് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിട്ടുക്കാൻ പോയിട്ട് വേണം. അതൊക്കെ ബൈ ഗൈസ്.